ആൽഫബറ്റ് എ വെച്ചിട്ടുള്ള ഡ്രോയിങ് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് നമുക്കിന്ന് ആൽഫബറ്റ് ബി വെച്ചിട്ടൊരു ഡ്രോയിങ് കണ്ടാലോ. ഡ്രോയിങ്ങിന്റെ ഒരു പെർഫെക്ഷന് വേണ്ടിയിട്ട് ലെറ്ററിൽ ചെറിയ വേരിയേഷൻസ് ഒക്കെ കൊണ്ടുവരുന്നതിൽ കുഴപ്പമില്ലല്ലോ. ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ നമ്മൾ ലെറ്റർ എഴുതുമ്പോൾ ഏകദേശം വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ എഴുതാനും ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മുടെ ലെറ്റർ ബിയുടെ ആ ലൈനിന്റെ ലെങ്ത് ഉണ്ടല്ലോ, അത് കുറച്ച് മുകളിലേക്കും കുറച്ച് താഴത്തേക്കും ആയിട്ട് കൂട്ടി കൊടുത്തിട്ട് അതിന് പാരലായിട്ട് ഒരു ലൈൻ ഇട്ട് കൊടുക്കുക. നമ്മുടെ ബി ലെറ്ററിന്റെ ആ മുകളിലത്തെ സർക്കിൾ ഉണ്ടല്ലോ, അതിനെ ഫേസ് പാർട്ടാക്കിയിട്ട് കണക്കാക്കിയിട്ട് ചെവിയും കണ്ണും മൂക്കും വായൊക്കെ ഒന്ന് വരച്ചു കൊടുക്കുക. താഴത്തെ സർക്കിള് ബോഡി പാർട്ടാണ്. അപ്പോൾ വീഡിയോയിൽ കാണിച്ച പോലെ ചെറിയ ഡിസൈനൊക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ടൊരു വാലും വരച്ചു കൊടുക്കുക. ഇപ്പോൾ ഏറെക്കുറെ നിങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാകും നമ്മൾ എന്താണ് വരക്കാൻ പോകുന്നത് എന്ന്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനേ മറക്കൂലല്ലോ അല്ലേ. ഇൻസ്റ്റഗ്രാമിലാണ് നമ്മളെ വീഡിയോസ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ആ ഫോളോ ബട്ടണും കൂടിയും ഒന്ന് ക്ലിക്ക് ചെയ്തോളി. ഈ ആൽഫബറ്റ് ഡ്രോയിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമുക്കിതൊരു സീരീസ് ആക്കിയിട്ട് കണ്ടിന്യൂ ചെയ്താലോ. നിങ്ങളെ അഭിപ്രായം കമൻറ്റിൽ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളിത് സീരിയസ് ആക്കിയിട്ട് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ തന്നെ ഇത് ആൽഫബറ്റിക് ഓർഡറിൽ ചെയ്യുന്നതല്ലേ നല്ലത്, അതോ കമന്റിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഓരോ ലെറ്റർ എടുത്ത് ചെയ്യുന്നതാണോ? അതും കൂടി നിങ്ങളെ അഭിപ്രായമായിട്ട് ഒന്ന് പറയുന്നുണ്ട് കേട്ടോ. നമ്മളെ ഡ്രോയിങ്ങിന്റെ ഡീറ്റെയിലിങ്ങും കളറിങ്ങും ഒക്കെ കഴിഞ്ഞപ്പോൾ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ മുളയിൽ പറ്റി പിടിച്ച് നിൽക്കുന്ന നമ്മുടെ പാണ്ടക്കുട്ടനെ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനേ മറക്കൂലല്ലോ അല്ലേ.